ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പിള്ളേരെല്ലാം കൂടെ കൊണ്ടൊരു യാത്ര പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര പോകാൻ സെലക്ട് ചെയ്തേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വാഗമണ്ണാണ്. എത്ര കണ്ടാലും മതി വരാത്ത കുറേ നല്ല നല്ല സ്ഥലങ്ങളാണ് ഈ വാഗമണ്ണിലോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത്. നമ്മുടെ പിള്ളേരാണെങ്കിൽ പോലും ഒത്തിരി എൻജോയ് ചെയ്ത ഈ യാത്ര. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് പോയപ്പോഴത്തേക്ക് ഫ്രണ്ടിലൊരു വെള്ളച്ചാട്ടം കണ്ട് അങ്ങനെ നമ്മളിവിടെ വണ്ടി സൈഡ് ഒതുക്കിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് അവിടെ നല്ല തിരക്കായിരുന്നു. ഭയങ്കര രസമായിരുന്നു ഇവിടുന്ന് വെള്ളം വീഴുന്ന ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പിള്ളേരെയൊക്കെ അവിടെ നിന്ന് ഇറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ കാറൊക്കെ നിർത്തി കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത്. ഞങ്ങളെപ്പോലെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇത് നിന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി. ഇതിൻ്റെ സൗണ്ട് കേൾക്കാനാണ് രസം. അങ്ങനെ നമ്മളിവിടെ കുറേ സമയം ചിലവഴിച്ചിട്ട് വീണ്ടും നമ്മൾ വാഗമണ്ണിലേക്കുള്ള യാത്ര തുടരുകയാണ്. വാഗമണ്ണിനെ അതിമനോഹരമാക്കുന്നത് വാഗമണ്ണിലേക്ക് പോകുമ്പോൾ കാണുന്ന ഈ കാഴ്ചകൾ തന്നെയാണ്. എത്ര കണ്ടാലും നമുക്ക് മതിവരാത്ത കുറേ നല്ല നല്ല സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. അത്ര മനോഹരമായ കുറേ നല്ല സ്ഥലങ്ങളാണ് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വാഗമണ്ണെത്തി. നമ്മൾ ചെന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച ഇതാണ്. നല്ല രസമുണ്ടായിരുന്നു ഇവരിങ്ങനെ ബോട്ടിങ് ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ട്.
അങ്ങനെ നമ്മളെ പാർക്കിംഗ് കുറച്ച് മേളിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മേളിൽ പോകണമായിരുന്നു. അങ്ങനെ മേളിലോട്ട് പോവുക. അപ്പോഴും നല്ല വ്യൂ ആണ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് എല്ലാവരും കൂടെ ഇറങ്ങി. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു മൊട്ടക്കുന്നിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി അങ്ങോട്ട് നടന്നു പോവുക. അങ്ങനെ നമ്മൾ നടന്ന് മൊട്ടക്കുന്നിലെത്തി. അപ്പോൾ ഞങ്ങളിവിടെ ചെന്നപ്പോൾ എല്ലാവരും മേളിൽ പട്ടമൊക്കെ വാങ്ങിച്ചിട്ട് പറപ്പിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ പിള്ളേർക്ക് പട്ടമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന്. ഭയങ്കര കാറ്റായിരുന്നു അവിടെ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങി. അപ്പം നമ്മുടെ വാഗമൺ യാത്ര ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ഇത് വാഗമണ്ണിലോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ മാത്രമാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.